ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ സ്നേഹ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ വീക്ക് ബൈ വീക്ക് നമ്മൾ പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും പ്രഗ്നൻസിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ്, അതായത് ബേബി ഡെവലപ്മെൻറ്റ് ആ ടൈം ഉണ്ടോ എന്നതിനെയൊക്കെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത് വീഡിയോ കാണാത്തവർ പോയി കാണുക. അതായത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് വീക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ 1 വീക്ക് എന്ന് പറയുന്ന മെൻസസ് ആണ്. അതായത് നേരത്തെ അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, LMB എന്താണ് എന്നതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പോയി കാണുക. അപ്പോൾ ആദ്യത്തെ വീക്ക് എന്ന് പറയുന്നത് മെൻസസ് ടൈമാണ്. അതായത് 1 to 7 ഡേയ്സ് ആ വീക്ക് മെൻസസ്, അതായത് ബ്ലീഡിങ് ഉള്ള ടൈമായിരിക്കും. സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന ടൈമായിരിക്കും. ചിലപ്പോൾ സെക്കൻഡ് വീക്കിലായിരിക്കും ഓവുലേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ തേർഡ് വീക്കിൻ്റെ ഫസ്റ്റ് ടൈമിൽ, അതായത് ഫസ്റ്റ് ദിവസങ്ങളിലായിരിക്കും ഓവുലേഷൻ നടക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു 30 ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിളുള്ള ആളുടെ ഓവുലേഷൻ വരുന്നത് 14 to 17 ഡേയ്സിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ ഈ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇൻ്റർകോഴ്സ് വഴി ലക്ഷക്കണക്കിന് ബീജങ്ങൾ വെജൈനയിൽ എൻ്ററാകും. ഈ എൻ്ററായിട്ടുള്ള ബീജങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള ബീജം ഉണ്ടാവും. ഈ ബീജം അണ്ഡവുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടും. ഈ പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ തേർഡ് വീക്കിലാണ് ഈ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത്. ഒന്നുകിൽ തേർഡ് വീക്കിൻ്റെ ഓവുലേഷൻ കറക്റ്റായി ടൈമിലാണ് നടന്നുവെങ്കിൽ ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് തേർഡ് വീക്കിൻ്റെ ഫസ്റ്റ് ദിവസങ്ങളിലായിരിക്കും. ഇല്ലെങ്കിൽ തേർഡ് വീക്കിൻ്റെ ലാസ്റ്റോ അല്ലെങ്കിൽ ഫോർത്ത് വീക്കിൻ്റെ ഫസ്റ്റ് ടൈമിലൊക്കെ ആയിരിക്കും, ഫസ്റ്റ് ദിവസങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒന്നിൽ കൂടുതലായിട്ടുള്ള ആക്റ്റീവ് ബീജങ്ങൾ അണ്ഡവുമായിട്ട് ഫ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ് അവിടെ ട്വിൻസ് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത്. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള സൈഗോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ എത്തും. ഈ പ്ലാസ്റ്റോസിസ്റ്റ് ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ ഫെലോപ്പിൻ ട്യൂബിലൂടെ സഞ്ചരിക്കും. ഫെലോപ്പിൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് യൂട്രസിൻ്റെ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയത്തിൽ ഭ്രൂണം പറ്റിപ്പിടിച്ച് ഇരിക്കും. ഈ പ്രോസസ്സാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഈ തേർഡ് വീക്കിലാണ്. തേർഡ് വീക്കിൻ്റെ ലാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഫോർത്ത് വീക്കിൻ്റെ ആദ്യ ദിവസങ്ങളിലായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഈ ഒരു ടൈമിലാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഈ സമയത്ത് ഭ്രൂണത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 to 0.2 mm ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് തേർഡ് വീക്കിൽ നടക്കുന്നത് ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനുമാണ് നടക്കുന്നത്. ഫസ്റ്റ് വീക്കിൽ മെൻസസ് ആണ് നടക്കുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് വീക്കിൽ ഓവുലേഷനാണ് നടക്കുന്നത്. തേർഡ് വീക്കിൽ ഫെർട്ടിലൈസേഷനും ഇംപ്ലാന്റേഷനുമാണ് നടക്കുന്നത്. ഇതാണ് തേർഡ് വീക്ക് വരെയുള്ള പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ പറയുന്നത്. ഇനിയുള്ളത് ആരോഗ്യമുള്ളൊരു പ്രഗ്നൻസി ആയിരിക്കേണ്ടതിന് അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒന്നാമത്തേത് നല്ല ഹെൽത്തി ആയിരിക്കണം. രണ്ടാമത്തെ നല്ല ക്വാളിറ്റി ഉള്ള എഗ്ഗും സ്പേമും ആയിരിക്കണം ഫെർട്ടിലൈസേഷൻ വേണ്ടിയിട്ടുള്ളത്. മൂന്നാമതെന്ന് പറയുന്നത് ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈമിൽ ഈ ഭ്രൂണത്തിന് അറ്റാച്ച് ചെയ്തിരിക്കാൻ വേണ്ടി നല്ല തിക്നെസ് ആയിട്ടുള്ള എൻഡോമെട്രിയം ആയിരിക്കണം. അതോടൊപ്പം തന്നെ നല്ല ബ്ലഡ് ഫ്ലോ ഉണ്ടായിരിക്കണം. ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നല്ല ഒരു ആരോഗ്യമുള്ള പ്രഗ്നൻസിക്ക് വേണ്ട ഘടകങ്ങൾ. പിന്നീട് പ്രധാനമായിട്ട് വേണ്ടത് ഈ വളരുന്ന ഭ്രൂണത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ലഭിക്കണം. അതിന് നല്ലതായിട്ട് ആരോഗ്യമുള്ളതും പോഷകഗുണങ്ങളും ഏറെയുള്ള ആഹാരങ്ങൾ ഈ അമ്മ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ നല്ല പോഷകഗുണങ്ങളുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക, കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക, ഹെവി ആയിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പം കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ അവരുടെ ഡോക്ടേഴ്സിനെ കണ്ട് അത് കഴിക്കാമോ, ഞങ്ങളിപ്പോൾ അത് ട്രൈ ചെയ്യുവാണ്, കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുവാണ്, അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടറിനോട് സംസാരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കഴിക്കാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിന്നീട് തേർഡ് വീക്കിൽ പ്രഗ്നൻ്റ് ആണോ, അതിനെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നവരടുത്ത്
എല്ലാവർക്കും ലക്ഷണങ്ങളൊന്നും കാണിക്കാറില്ല തേർഡ് വീക്കിൽ. അതായത് ചില ആൾക്കാർക്ക്, അതായത് ഭയങ്കരമായിട്ട് ഹോർമോൺ ഡെവലപ്മെൻ്റൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ചെറിയ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ വയറിനുള്ളിൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ വെജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാം, വിശപ്പും ദാഹമൊക്കെ ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു സ്പോട്ടൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സിംറ്റംസ് ഒന്നും പ്രഗ്നൻസിയുടെ ആണെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. മറ്റ് ചിലപ്പോൾ അടുത്ത ഓവുലേഷൻ്റെയോ അല്ലെങ്കിൽ അടുത്ത മെൻസസിൻ്റെയൊക്കെ ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് തേർഡ് വീക്കിൽ നമുക്ക് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്കത് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് തേർഡ് വീക്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ ഫോർത്ത് വീക്കിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതിനെ പറ്റി പറയാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.